everyone, welcome to another video of Engineers in Australia. ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനിരിക്കുന്ന എഞ്ചിനീയേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ വഴി സ്കിൽസ് അസസ്മെന്റ് ചെയ്യുക എന്ന് കണ്ടു. ഇന്നത്തെ വീഡിയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് എങ്ങനെയാണ് അവരുടെ സ്കിൽഡ് എംപ്ലോയ്മെന്റ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ വഴി അസസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ വഴി നിങ്ങളുടെ ഡിഗ്രി അസസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് സ്കിൽസും കൂടെ എങ്ങനെയാണ് അസസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ റെഫർ ചെയ്യേണ്ടത് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ ഡോക്യുമെന്റ് ആയിട്ടുള്ള MSA ബുക്ക്ലെറ്റ് ആണ്. ഈ MSA ബുക്ക്ലെറ്റ് നിങ്ങൾ ഗൂഗിളിൽ വെറുതെ MSA ബുക്ക്ലെറ്റ് എന്ന് സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സൈറ്റിൽ കയറി MSA ബുക്ക്ലെറ്റ് നോക്കിയാലോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഇതിനോടുള്ള ലിങ്കും ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന്. അപ്പൊ ഈ MSA ബുക്ക്ലെറ്റിന്റെ 27th പേജിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയാണ് സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പൊ അതിന് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് എംപ്ലോയീസിന് വേണ്ടിയിട്ടും ഒന്ന് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒത്തിരി അറിവില്ല. അപ്പൊ എംപ്ലോയീസിന് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടതെന്ന് നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡോക്യുമെന്റ് റിക്വയർഡ് ഫോർ റിലവന്റ് സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ഓപ്ഷൻ 1 നോക്കാം. ഓപ്ഷൻ 1ന്റെ പ്രൈമറി ഡോക്യുമെന്റ് ആയിട്ട് അവർ പറയുന്നത് റെഫറൻസ് ലെറ്റർ ആണ്. അപ്പൊ നിങ്ങൾ 3-4 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 4 കമ്പനിയിൽ നിന്നും നിങ്ങൾ റെഫറൻസ് ലെറ്റർ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ റെഫറൻസ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ കമ്പനി ലെറ്റർ ഹെഡില് ഈ ബുള്ളറ്റ് പോയിന്റ്സിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ലെറ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 5 സ്പെസിഫിക് ഡ്യൂട്ടീസ്, നിങ്ങൾ ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്തിരുന്ന 5 സ്പെസിഫിക് ഡ്യൂട്ടീസ്, ജനറിക് ആയിരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്യണം വിത്ത് ജോബ് ടൈറ്റിൽ അല്ലെങ്കിൽ ജോബ് പൊസിഷൻ. സെക്കൻഡ് 1 എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാക്ട് പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ്, എന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് മുതൽ എന്ന് വരെയാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ഡീറ്റെയിൽ. തേർഡ് 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയറക്ട് മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ HR നിങ്ങളെ എൻഡോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവരുടെ ഒഫീഷ്യൽ ടെലിഫോൺ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സും ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഫുൾ ടൈം ആയിരുന്നോ പാർട്ട് ടൈം ആയിരുന്നോ വർക്ക് ചെയ്തിരുന്നെന്നും നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സും ആ റെഫറൻസ് ലെറ്ററിൽ ഉണ്ടായിരിക്കണം. പേ റേറ്റ്, നിങ്ങളുടെ പെർ ആനം എത്രയായിരുന്നു നിങ്ങളുടെ സാലറി എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റാമ്പ് അത് ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളതാണ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ റെഫറൻസ് ലെറ്റർ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റെഫറൻസ് ലെറ്ററിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. അപ്പൊ ഈ കാണുന്നത് ഒരു സാമ്പിൾ റെഫറൻസ് ലെറ്റർ ആണ്. ഞാൻ എയർബസ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് റിലീവ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു റെഫറൻസ് ലെറ്റർ ആണിത്. അപ്പൊ ഇത് കമ്പനിയുടെ ലെറ്റർ ഹെഡിലാണ്, HR-ന്റെ സൈനോട് കൂടി കമ്പനിയുടെ സ്റ്റാമ്പ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്. whomsoever it may concern എന്നാണ് നോർമലി ഇങ്ങനത്തെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലൊക്കെ നമ്മൾ എഴുതി മേടിക്കാറ്. കാരണം നമ്മൾക്ക് പല ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യം പറഞ്ഞ ബുള്ളറ്റ് പോയിന്റ്സിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുണ്ട്. എൻ്റെ പേര്, എംപ്ലോയി നമ്പർ, കമ്പനിയുടെ പേര്, എന്ന് മുതൽ എന്ന് വരെ ആയിരുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത്, എൻ്റെ ജോബ് പൊസിഷൻ എന്തായിരുന്നു, ഫുൾ ടൈം ആയിരുന്നു, പിന്നെ എത്ര മണിക്കൂർ 40 hours per week ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ആൻഡ് എൻ്റെ പെർ ആനം സാലറി. പിന്നെ മെയിൻ 5 സ്പെസിഫിക് ഡ്യൂട്ടീസ് ആണ് ഈ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു സാമ്പിൾ റെഫറൻസ് ലെറ്റർ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ മിനിമം ഇത്രയും ഡീറ്റെയിൽസ് എങ്കിലും നിങ്ങളുടെ റെഫറൻസ് ലെറ്ററിൽ ഉണ്ടായിരിക്കണം.
അത് നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന എല്ലാ കമ്പനിയിൽ നിന്നും വേണം പ്രൈമറി ഡോക്യുമെന്റ് ആയിട്ട് റെഫറൻസ് ലെറ്റർ ആണ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ റെഫറൻസ് ലെറ്ററിൽ നിങ്ങൾ എഴുതുന്ന സ്പെസിഫിക് ഡ്യൂട്ടീസ് എന്തായിരിക്കണം എന്നുള്ളത്. അപ്പൊ അതിന് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ആൻസസ്കോ കോഡിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡ്യൂട്ടീസ് ആയിരിക്കണം നിങ്ങളുടെ ഈ റെഫറൻസ് ലെറ്ററിലും എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ അസസ്മെന്റിലും ഒക്കെ ഉണ്ടാവേണ്ടത്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ ഗൂഗിളില് ഇപ്പൊ നിങ്ങളൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന് അവരുടെ ആൻസസ്കോ കോഡ് അറിയില്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്യണ്ട, ജസ്റ്റ് ആൻസസ്കോ ആൻഡ് ABS എന്ന് ടൈപ്പ് ചെയ്യാം. ABS എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അവരുടെ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ ടാസ്ക് എന്ന്. ഇപ്പോ ഇത് നിങ്ങൾക്ക് കാണാം, ഇത്രയും പോയിന്റ്സ് അവര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടാസ്കിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് റെഫറൻസ് ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പ്രൈമറി ഡോക്യുമെന്റ് റെഫറൻസ് ലെറ്ററിനെ പറ്റി കണ്ടു. ഇനി നമുക്ക് സെക്കൻഡറി ഡോക്യുമെന്റ് എന്താണ് വേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് സെക്കൻഡറി ഡോക്യുമെന്റ് ആയിട്ട് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ അക്നോളജ്മെന്റ് ഓർ റെസിപ്റ്റ് ആൻഡ് ഓർ സോഷ്യൽ സെക്യൂരിറ്റി ഇൻഷുറൻസ്, സൂപ്പർ ഫണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ റിട്ടയർമെന്റ് കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട്സ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഇത് നമുക്ക് ഇന്ത്യയിലായിട്ടുള്ളവർക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്. കാരണം ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഉണ്ട്. അപ്പൊ ഇൻകം ടാക്സ് റിട്ടേൺ അക്നോളജ്മെന്റ് അല്ലെങ്കിൽ റെസിപ്റ്റും PFന്റെ ഡോക്യുമെന്റ്സും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇന്ത്യയിലല്ല, ഗൾഫ് കൺട്രീസ് പോലെ ഇൻകം ടാക്സ് ഇല്ലാത്ത കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതിന് എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുന്നേ ഇൻകം ടാക്സ് റിട്ടേൺ അക്നോളജ്മെന്റ് ഓർ റെസിപ്റ്റ്. അപ്പൊ ഇത് പറയുന്നത് നമ്മളിപ്പോ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്കൊരു അക്നോളജ്മെന്റ് ലെറ്റർ കിട്ടും. അപ്പൊ നോർമലി ആൾക്കാർ ഇത് കാണുമ്പോൾ അതാണെന്ന് കരുതി അതാണ് സബ്മിറ്റ് ചെയ്യുക. പക്ഷേ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേൺ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ ട്രേസസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ഫോം 26AS എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ അക്നോളജ്മെന്റ് അല്ലെങ്കിൽ റെസിപ്റ്റിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്. ആ ഫോം 26AS ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവര് റിജക്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് സെക്കൻഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് നോർമലി ഒരു 90% ആളുകൾക്കും ഇന്ത്യയിൽ ഉള്ളത്. അപ്പൊ ആ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ PFന്റെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ വർക്ക് ചെയ്തെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറും നിങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്ത PFന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ആ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്താണ്, ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്താണ് നിങ്ങൾ ഈ സെക്കൻഡറി ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ആൻഡ് ഓർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എവിടെ ഈ ആൻഡ് ഓർ കണ്ടാലും ആക്ച്വലി ഉള്ളതെല്ലാം സബ്മിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എത്ര കൂടുതൽ നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ അക്നോളജ്മെന്റ് ലെറ്ററും പ്രൊവിഡന്റ് ഫണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ടും സബ്മിറ്റ് ചെയ്യുക. ഒരെണ്ണം മാത്രമായിട്ട് സബ്മിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ട്രേസസ് വെബ്സൈറ്റിന്റെ ലിങ്കും അതുപോലെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കയറി നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഓപ്ഷൻ പറയുന്നത് ഇവിടെ ആൻഡ് ഓർ പറഞ്ഞിട്ട് വർക്ക് പെർമിറ്റ്, റെസിഡന്റ് പെർമിറ്റ് ആൻഡ് ഒഫീഷ്യൽ കോൺട്രാക്ട് ഡോക്യുമെന്റ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് ലേബർ എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്. ഇപ്പൊ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ജോബ് ഓഫർ ലെറ്ററും പേ സ്ലിപ്സും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം ഇതിന്റെ കൂടെ, കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഗൾഫ് കൺട്രീസിലുള്ളവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇൻകം ടാക്സോ പ്രൊവിഡന്റ് ഫണ്ടോ മിക്കവർക്കും ഇല്ല. ഇൻകം ടാക്സ് ആർക്കും ഇല്ല, പ്രൊവിഡന്റ് ഫണ്ടും മിക്കവർക്കും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവര് അവരുടെ വർക്ക് പെർമിറ്റ്, ലേബർ കോൺട്രാക്ട് അല്ലെങ്കിൽ അവരുടെ വർക്ക് വിസ, ഇതിലെല്ലാം നിങ്ങളും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ വേജ്, നിങ്ങളുടെ ടൈറ്റിൽ, എംപ്ലോയറിന്റെ പേര്, അങ്ങനെയുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ
അതെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങളുടെ വർക്ക് വിസ, വർക്ക് കോൺട്രാക്ട്, ലേബർ കോൺട്രാക്ട്, പിന്നെ ജോബ് ഓഫർ ലെറ്റർ, അങ്ങനെ നിങ്ങളും നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് ഉള്ള റിലേഷൻ കാണിക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാം. ഗൾഫ് കൺട്രീസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പ്രത്യേകം ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓപ്ഷൻ 1 കഴിഞ്ഞ് ഇനി ഓപ്ഷൻ 2 നോക്കാം. അപ്പൊ ഓപ്ഷൻ 2 ആകെ ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് റെഫറൻസ് ലെറ്ററിലാണ്. അപ്പൊ നമ്മൾ റെഫറൻസ് ലെറ്റർ ചില കമ്പനീസിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവര് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ, നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ പേ റേറ്റ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ഓപ്ഷൻ. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ വരുമ്പോൾ റെഫറൻസ് ലെറ്ററിൽ നമ്മൾ പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റും HR-ന്റെ എൻഡോഴ്സ്മെന്റും മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള മെയിൻ ഡ്യൂട്ടീസ് നമ്മൾ ജോബ് ഓഫർ ലെറ്റർ വഴിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ അതിന്റെ അത് നമ്മളുടെ ജോബ് പൊസിഷന്റെ ഡിസ്ക്രിപ്ഷന്റെ കൂടെ തന്നെ നമ്മുടെ മെയിൻ ഡ്യൂട്ടീസും കൂടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ വേറെ ഏത് നാട്ടിലാണ് വർക്ക് ചെയ്തതെങ്കിലും ആ ജോബ് ഓഫർ ലെറ്ററിൽ നമ്മളുടെ പൊസിഷന് വേണ്ടിയിട്ടുള്ള മെയിൻ ഡ്യൂട്ടീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോബ് ഓഫർ ലെറ്റർ നമുക്കൊരു പ്രൈമറി ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആനുവൽ പെർഫോമൻസ് റിവ്യൂവിന്റെ ലെറ്ററും മെയിൻ ഡ്യൂട്ടീസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഡോക്യുമെന്റ് ആയിട്ട് റെഫറൻസ് ലെറ്ററിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇനി വേറെ കുറച്ച് പേരുടെ ഡൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എംപ്ലോയ്മെന്റ് എവിഡൻസ് ആയിട്ട് പേ സ്ലിപ്സ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങളിപ്പോ ഈ കണ്ടതില് ഓപ്ഷനില് ഇവര് ഒഫീഷ്യലി ഒരിടത്തും പറയുന്നില്ല പേ സ്ലിപ്സ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോ നിങ്ങളിപ്പോ ഒരിടത്ത് വർക്ക് ചെയ്തു, അതിന് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേണോ അല്ലെങ്കിൽ PF വർക്ക് പെർമിറ്റോ ഒഫീഷ്യൽ കോൺട്രാക്റ്റോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പേ സ്ലിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ സബ്മിറ്റ് ചെയ്താൽ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസസ് വളരെ 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 കുറവാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, അതിന്റെ കൂടെയാണ് നിങ്ങൾ പേ സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടെ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അത് അവർ കൺസിഡർ ചെയ്യാതിരിക്കാം. ഒഫീഷ്യലി പേ സ്ലിപ്സ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ആക്സെപ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ദർ ആർ കേസസ്, ചില ടൈമില് അവര് സ്പെസിഫിക് ആയിട്ട് നമ്മളുടെ അടുത്ത് പേ സ്ലിപ്സ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. അത് നമ്മൾ സെക്കൻഡ് ആയിട്ട് അവർ റിവ്യൂ വരുമ്പോഴാണ് പറയുക. അപ്പൊ നമ്മൾ പ്രൈമറി ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യം ഇല്ല. അപ്പോൾ നമ്മൾ MSA ബുക്ക്ലെറ്റിൽ കണ്ട സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സൈറ്റിൽ എങ്ങനെയാണ് സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സൈറ്റിൽ വരിക, അതിൻ്റെ അകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്നതും അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തേക്കാം, ആവശ്യമുള്ളവർ അതിൻ്റെ അകത്ത് കയറി നോക്കുക. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റ് എങ്ങനെ ചെയ്യാം, ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഞാനിപ്പോ എൻ്റെ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സൈറ്റിലാണ്. അവിടെ അസസ്മെന്റ് പാത്വേ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോമ്പീറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ട് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ അതിന്റെ കൂടെ താഴെ അഡീഷണൽ അസസ്മെന്റ് സർവീസസിൽ റിലവന്റ് സ്കിൽഡ് എംപ്ലോയ്മെന്റും കൂടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഇൻകർ ആൻ അഡീഷണൽ അസസ്മെന്റ് ഫീ. അപ്പോൾ എത്രയാണ് കൃത്യം എന്ന് എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നു ഒരു $300 എന്തോ കൂടുതൽ കൊടുക്കണം സ്കിൽഡ് എംപ്ലോയ്മെന്റും കൂടെ അസസ് ചെയ്യണമെങ്കിൽ. അപ്പൊ നമ്മൾ അതും കൂടെ സെലക്ട് ചെയ്തു, അതിനുശേഷം കണ്ടിന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വന്നു. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻസ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇനി അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഇത്തവണ റിലവന്റ് സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്ന സെക്ഷൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് പറയുന്നത് MSA ബുക്ക്ലെറ്റിൽ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അത് എല്ലാ പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ്, നമ്മൾ അസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റിനും വേണം. അപ്പൊ നമ്മൾ ഇതിന് ആഡ് എംപ്ലോയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ മെസ്സേജ് വരുന്നുണ്ട്. ഓരോ ഇതും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സേവ് എംപ്ലോയ്മെന്റ് റെക്കോർഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ നമ്മൾ അമർത്തണം, ഇല്ലെങ്കിൽ അത് സേവ് ആവില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഓരോ ഡീറ്റെയിൽസും ഓരോ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുന്നേ 2 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 2 കമ്പനിയിലെയും നമ്മൾ എംപ്ലോയ്മെന്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ആദ്യത്തെ കമ്പനിയുടെ
എംപ്ലോയ്മെന്റ് കൊടുക്കുക, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സേവ് എംപ്ലോയ്മെന്റ് റെക്കോർഡ് കൊടുത്തതിന് ശേഷം ആഡ് മോർ എംപ്ലോയ്മെന്റ്സ് കൊടുക്കുക, രണ്ടാമത്തെ കമ്പനിയുടെ അതുപോലെ തന്നെ ആഡ് ചെയ്യുക. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഇത് ചെയ്തിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇപ്പോൾ എന്റെ എംപ്ലോയ്മെന്റ്സും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും എല്ലാം അപ്ലോഡ് ചെയ്തു. അപ്പൊ ഇത് 2 ലൈൻ ഐറ്റംസ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് കമ്പനികളാണോ വർക്ക് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് ഡോക്യുമെന്റ്സ് തന്നെയാണ് എവിഡൻസ് ഓഫ് എംപ്ലോയ്മെന്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയേക്കുക. പിന്നെ ഞാൻ ആദ്യം MSI ബുക്ക്ലെറ്റിന്റെ എന്തായിരുന്നു എക്സ്പ്ലനേഷനിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തേക്കുക, പേ സ്ലിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ബേസിക് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് ഇത്രയും ഡീറ്റെയിൽസ് ആണ് വേണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് കാണാം. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തേക്കുന്നതെല്ലാം കറക്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഇനി ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ വഴി റിലവന്റ് സ്കിൽഡ് എംപ്ലോയ്മെന്റ് അസസ്മെന്റ് ചെയ്യുന്നത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇട്ടാലും മതി. താങ്ക്